അങ്ങനെ നമ്മുടെ ചുരിദാറിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്കിലുള്ള ചെറിയൊരു വർക്ക് കൊടുക്കാനേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള വർക്കുകളൊക്കെ ഞാൻ അധികം എടുക്കാറുള്ളൂ കേട്ടോ. ഈ ഡിസൈൻ ഫോണിൽ നോക്കിയതൊന്നല്ല, സ്വയമായിട്ടുള്ള ഒരു ഡിസൈൻ വർക്കാണ് കേട്ടോ. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എങ്ങനെയാണോ ചെയ്യണമെന്ന് വെച്ചാൽ അതുപോലെയാണ് ചെയ്യും. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാമല്ലോ. പിന്നെ ആരെങ്കിലും തരികയാണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കും കേട്ടോ. പിന്നെ ചെറിയ സൂചിയിലാണ് ചെയ്യണത്. നമ്മൾ എത്ര ചെറിയൊരു ബീഡ്സ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കൂടെ പോകണമെങ്കിൽ നല്ല ചെറിയ സൂചിയിൽ ചെയ്യണം. പിന്നെ ഞാൻ ഗോൾഡൻ നൂലിലാണ് ചെയ്യാറ് കേട്ടോ. നമ്മുടെ സാധാ സ്റ്റിച്ചിങ് നൂലിൽ ഞാൻ ചെയ്യാറ് ഗോൾഡൻ നൂലിലാണ്. നല്ല ഉറപ്പും നല്ല ബലവും കിട്ടും. നമ്മൾ കെട്ടിട്ട് കഴിഞ്ഞാലൊക്കെ നല്ല ഉറപ്പിച്ച് നിൽക്കും കേട്ടോ. പിന്നെ അത് ചെയ്യണ സമയത്ത് ഗോൾഡൻ നൂലാകുമ്പോൾ പിന്നെ നമ്മളെല്ലാതും ഗോൾഡൻ്റെ ഓരോ ബീഡ്സ് ആവില്ലേ, അപ്പോൾ അത് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. മറ്റത് പറഞ്ഞാൽ നമ്മുടെ നൂല് കാണും. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഫ്ലവർ ഉണ്ട്. ആ ഫ്ലവറിലേക്ക് നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ചെറിയൊരു മുത്ത്, നല്ല വലിപ്പമൊന്നുമില്ല, നന്ന ചെറിയൊരു മുത്ത് അതിനെ ലോക്കിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് തെല്ലത്തിൽ കൂടെ അങ്ങനെ ഓരോ ബീഡ്സ് ഒരു ചെറിയ ഫ്ലവർ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറുത് പറഞ്ഞാൽ ഇത് അത്രയേ ഉള്ളൂ കേട്ടോ. നന്ന ചെറുതാണ്, കാണില്ല, അത്രയും ചെറുതാണ്. 2 ഡബിൾ കളറായിട്ടുള്ളൊരു മുത്താണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഒരു മുത്തൊക്കെ ആ സൂചിയുടെ ഉള്ളിൽ കൂടെ പോകണമെങ്കിൽ അത്രയും ചെറിയ സൂചി തന്നെ വേണം കേട്ടോ. പിന്നെ ഞാൻ സൂചി നൂല് അങ്ങനെ ബീഡ്സുകളൊക്കെ ഞാൻ വാങ്ങി വെക്കാറുണ്ട് കേട്ടോ. എപ്പോഴാണോ സ്റ്റിച്ചിങ്ങിന് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡിസൈൻ കൊടുക്കണം വെച്ചാൽ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഇത് സാരിയുടെ തുണിയാണ് കേട്ടോ. സാരിയുടെ അമ്മ തന്ന സാരിയാണ്, അതിൽമേയാണ് ചെയ്യണത്. അനിയത്തി പിന്നെ അങ്ങനെ പ്ലെയിൻ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യുക കേട്ടോ. എനിക്ക് പ്ലെയിൻ തുണിയിൽ ഇതുപോലെ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചെയ്യുന്ന സമയത്താണ് ഇതെടുത്ത് കാണിക്കുക. നമ്മളിപ്പോൾ ഒരു പ്രിൻറ്റിങ് തുണിയിലാകുമ്പോൾ അത്ര പെട്ടെന്നാണ് കാണില്ല. അപ്പം ഞാൻ അതിൻ്റെ ഫ്ലവർ അതിൻ്റെ ഇടയിലൊരു ഉജാല കളറുള്ള ഒരു ഡിസൈൻ ഉണ്ടാവുകൊണ്ടാണ് ആ കളർ കൊടുത്തത് ഫ്ലവറിന്. സ്ലീവിൽ അങ്ങനെ ഡിസൈൻ കൊടുക്കണമെന്നില്ല കേട്ടോ. ഇതന്നെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഒരു വശമായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടഫുള്ള പണികളെ ഞാൻ എടുക്കുള്ളൂ. അനുമോള് പറയും, അമ്മ എന്താ പെട്ടെന്നുള്ള പണി എടുത്തുകൂടെ, ലേസ് വെച്ച് മറിച്ചാൽ പോരെയെന്ന്. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് എത്രയും ടഫുള്ള പണിയാണ് ഇഷ്ടം കൂടുതൽ കേട്ടോ. അതുപോലെ അടിക്കണ കാര്യത്തിലും അതെ, ഞാൻ കുറച്ച് ടഫാണെങ്കിൽ അത്രയും ഇഷ്ടമാണ്. അത് നമ്മൾ ടഫുള്ളത് പഠിച്ചാലാണ് നമുക്ക് തുന്നുമ്പോൾ ഏതും വേണമെങ്കിൽ തുന്നാനുള്ള നമുക്കൊരു മടിയും കൂടാതെ തുന്നാൻ കഴിയും കേട്ടോ. പിന്നെ തുന്നായിരിക്കുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഞാൻ ഇത്രയും പണിയെടുത്തിട്ട് ഇത്രയും നേരം ഇരുന്ന് ചെയ്തത് ഇതാണ് കേട്ടോ. നമ്മൾക്ക് ചിലർക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം, പക്ഷെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്ര വരെ എത്തിച്ചുള്ളൂ. ഈ ഒരു ചെറിയ ഡിസൈൻ തന്നെ വേണ്ടുള്ളൂ ഇതിൽ. നമ്മൾ പ്ലെയിൻ തുണിയിലാകുമ്പോൾ ഒന്നും കൂടി കുറച്ച് ഭംഗിയിലാക്കാമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ ഒന്നും തോന്നരുതേ.